CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പഴഞ്ഞിയിൽ ബൈക്കിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി പള്ളിക്ക് സമീപം മങ്ങാട് മൂലയിൽ വെച്ച് ബൈക്കിടിച്ച് പരിക്കേറ്റ കാട്ടക്കാമ്പ കാക്കശ്ശേരി വീട്ടിൽ 72 വയസ്സുള്ള ബെന്നിയാണ് മരിച്ചത്. എരുമപ്പെട്ടി മുട്ടിക്കൽ സെന്ററിന് സമീപം കാട്ടുപന്നി ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് യാത്രക്കാരായ 15 പേർക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെ 1:30 വടക്കാഞ്ചേരി ഗുരുവായൂർ സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി മുട്ടിക്കലിലാണ് അപകടമുണ്ടായത്. കുന്നംകുളത്ത് അദാനി ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ച് ഗൃഹനാഥയ്ക്ക് പൊള്ളലേറ്റ സംഭവം. സുരക്ഷാ വീഴ്ചയിൽ വ്യാപക പ്രതിഷേധം. കുർക്കൻപാറ ഗ്രീൻ പാർക്കിന് സമീപം പൈപ്പ് വഴി വിതരണം ചെയ്യുന്ന പാചകവാതം ചോർന്നതിനെ തുടർന്നുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾക്ക് പൊള്ളലേറ്റ സംഭവത്തിലാണ് സുരക്ഷാ വീഴ്ചയിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരെ പുസ്തകവും വായനയും ആയുധമാക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. എളവള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഗ്രന്ഥശാല പ്രവർത്തകനുമായ CF രാജൻ രചിച്ച മാനവൻ കേഴുന്ന ലോകം എന്ന നോവൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടങ്ങോട് പഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. വെള്ളറക്കാട് തിപ്പിലിശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരാതി പറയാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കള്ളപ്പരാതി നൽകി കേസെടുപ്പിച്ചെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കാട്ടകാമ്പൽ മാർ ഇഗ്നാത്യോസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. കാട്ടകാമ്പൽ അച്ഛന്റെ കബറിടത്തിൽ വെച്ചിരുന്ന നിലവിളക്ക് മോഷണം പോയി. ശനിയാഴ്ച പുലർച്ചെയാണ് കവർച്ച. പുന്നയൂർക്കുളം ഉപ്പുങ്ങലിൽ 2 ഇടങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ ശുചിമുറി മാലിന്യങ്ങൾ തള്ളിയതായി പരാതി. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി അറിയിച്ചു. നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ചായക്കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. കണ്ടാണശ്ശേരി പുത്തൻകുളത്തിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 11:30 അപകടം. കുന്നംകുളം നഗരസഭയുടെയും പൗരാവലിയുടെയും സംയുക്ത നേതൃത്വത്തിൽ ചിറളയത്ത് അമ്മാളു ശാന്തകുമാരിയുടെ 1ാം ചരമവാർഷിക ദിന അനുസ്മരണ പൊതുയോഗവും വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു. ചാലിശ്ശേരി കുന്നത്തേരി പൗർണമി കലാസമിതിയും TP ഉണ്ണികൃഷ്ണൻ സ്മാരക വായനശാലയും ചേർന്ന് TP ഉണ്ണികൃഷ്ണൻ മാഷ് അനുസ്മരണവും വിദ്യാർത്ഥി അനുമോദനവും നടത്തി. കുന്നംകുളം മാർത്താറ്റെ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനെ പരിക്കേറ്റു. അഞ്ഞൂർ സ്വദേശി അച്ഛൻപറമ്പിൽ വീട്ടിൽ 17 വയസ്സുള്ള ആദിത്യ മഹാദേവനാണ് പരിക്കേറ്റത്. നാടിന്റെ യുവതലമുറയെ നേരിന്റെ വഴിയിലേക്ക് നയിക്കാൻ ഗ്രാമീണ വായനശാലകളുടെ പങ്ക് നിർണായകമെന്ന് കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ. പെരുന്തുരുത്തി ജ്ഞാനോദയം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന SSLC+2 വിജയികൾക്കുള്ള ആദരണം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ ചെറിയ തിരുനാളായ കക്കാട് സെന്റ് ആന്റണീസ് കപ്പേളയിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിലെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ആഘോഷമായ തിരുനാളിന്റെ ഭാഗമായുള്ള പാട്ടുകുർബാനയ്ക്ക് ഫാദർ സെബി കുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിലെ പ്രതിഷ്ഠാ തിരുനാളിനോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം രക്തദാനം നൽകിക്കൊണ്ട് ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. പെരുമ്പിലാവ് ജ്ഞാനപ്രദായിനി വായനശാലയുടെയും പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. ഇന്ധനവില വർധനവിനെതിരെ CPI കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂടലാത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി കല്ലുംപുറം റോഡിൽ പാഴ്ചെടികളും മരക്കൊമ്പുകളും റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ദുരിതമാകുന്നു. CPI വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MC കുഞ്ഞുമോൻ അനുസ്മരണവും CPI കുടുംബ സംഗമവും നടന്നു. ഞമ്മനങ്ങാട് കൊടമന നാരായണ നായർ വായനശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങ് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. കൊട്ടേക്കാട് ഫൊറോന CLC പുറ്റേക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന CLC ത്രിദിന പരിശീലന ക്യാമ്പിൽ ലോക രക്തദാന ദിനാചരണവും പ്രതിജ്ഞയെടുക്കലും നടന്നു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെയും ആദരിച്ചു. അഞ്ഞൂരങ്ങാടിയിലെ വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. അഞ്ഞൂർ കത്തോലിക്ക പള്ളി വികാരി സിൻഡോ പാറയിൽ നേതൃത്വം നൽകി. കേരള കർഷക തൊഴിലാളി യൂണിയൻ KSKTU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായിരുന്ന PK കുഞ്ഞച്ചൻ ദിനം കാട്ടകാമ്പാലിൽ ആചരിച്ചു. കേരള പ്രകൃതി സംരക്ഷണ സംഘം നേതൃത്വത്തിൽ കൂറ്റനാട് കെന്റ് പബ്ലിക് സ്കൂളിൽ ലോക പരിസ്ഥിതി വാരാചരണം സംഘടിപ്പിച്ചു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ N പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.